അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുർ റഹ്മാനിൻ്റെ 10-ാമത്തെ ആയത്തിലൂടെയാണ് നാം ചിന്തകളും ആലോചനകളും അഭിപ്രായങ്ങളുമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാഹു ഈ ആയത്തിൽ പറയുന്നത് വൽ അർള വളഅഹാ ലിൽ അനാം. ശരിക്കും ചിന്തിക്കുന്ന ഏതൊരു മനുഷ്യനും ഒരുപാട് ചിന്തിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഈ സൂക്തത്തിൻ്റെ പ്രമേയം. കാരണം ഈ ഭൂമി നമ്മുടെ കൺമുമ്പിലുണ്ട്. ഈ ഭൂമിയെയും ഈ ഭൂമിയിലെ സൗകര്യങ്ങളെയും ഓരോ മനുഷ്യനും നിരന്തരമായി ആസ്വദിച്ചുകൊണ്ടും അനുഭവിച്ചുകൊണ്ടും ഇരിക്കുകയാണ്. അതുകൊണ്ട് അവൻ വീണ്ടും പഠിച്ചെടുക്കേണ്ട ഒരു വിഷയമല്ല അവൻ്റെ ജീവിതത്തിൻ്റെ പ്രതലമായ ഭൂമി എന്ന് പറയുന്നത്. ഇവിടെ അവൻ അനുഭവിക്കുന്ന സ്വന്തം കാര്യങ്ങൾ, സ്വന്തമായി അനുഭവിക്കുന്ന കാര്യങ്ങൾ, ആ കാര്യങ്ങളെക്കുറിച്ച് അവൻ ആലോചിച്ചാൽ മാത്രം മതി എന്നാണ് അള്ളാഹു പറയുന്നത്. അത് ആലോചിക്കാൻ അവൻ തയ്യാറാകുമെങ്കിൽ അവന് തീർച്ചയായും അള്ളാഹു എന്ന പരമശക്തിയുടെ അടുത്തേക്ക് എത്താൻ, അവനിലുള്ള വിശ്വാസത്തിലേക്ക് എത്തിച്ചേരാൻ തീർച്ചയായും സാധ്യമാകും. ഇവിടെ അള്ളാഹു പറയുന്നത് വൽ അർള വളഅഹാ ലിൽ അനാം. ഭൂമിയെ നാം മനുഷ്യർക്ക് വേണ്ടി സ്ഥാപിച്ചിരിക്കുന്നു എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ ഈ വാക്കിൻ്റെ ധ്വനിയിൽ നിന്ന് തന്നെ നമ്മൾ പ്രാഥമികമായി മനസ്സിലാക്കുന്ന കാര്യം, ഈ ഭൂമി നമുക്ക് വേണ്ടി ഉണ്ടായതല്ല എന്നതാണ്. മറിച്ച് ഈ ഭൂമി നമുക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. ഇത് സ്വയമായി ഉണ്ടായതാണ്, ഇത് പണ്ടേ ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. അവരുടെ എണ്ണം കൂടി വരുന്നുമുണ്ട്. അതൊക്കെ ശരിയാണെങ്കിൽ തന്നെയും എങ്ങനെയാണ് ഇത്രയും വലിയ അത്ഭുതങ്ങൾ ഉണ്ടായി? ഒരു ഉദാഹരണം പറയാം. മതത്തിനും വിശുദ്ധ ഖുർആനിനും ഭൗതിക ശാസ്ത്രത്തിനും അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഒരു കാര്യമുണ്ട്. ബിഗ് ബാങ്, മഹാവിസ്ഫോടന സിദ്ധാന്തം. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ശാസ്ത്രീയമായി പോകാൻ ഉദ്ദേശിക്കുന്നില്ല. അതൊക്കെ ശാസ്ത്രം പഠിക്കുന്നവരുടെ ഉത്തരവാദിത്വമാണ്, വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനിക്കുന്നവരുടെ ഉത്തരവാദിത്വമല്ല. എന്തായിരുന്നാലും നമ്മുടെ ഈ 20-ാം നൂറ്റാണ്ടിൽ ലോകത്തെ ഭൗതിക ശാസ്ത്രം സ്ഥാപിച്ച ഒരു വസ്തുതയാണ് നമ്മൾ അധിവസിക്കുന്ന ഈ ഭൂമി അടക്കമുള്ള പ്രപഞ്ചം. ഈ ഭൂമി മാത്രമല്ല, ഈ പ്രപഞ്ചം മുഴുവനും. നമ്മൾ ഈ ഗാലക്സികളാണല്ലോ നമ്മുടെ അറിവിൻ്റെ പരിസരത്തുള്ളത്. ഈ ഗാലക്സികളെല്ലാം ഈ വിധം പണ്ടേ ഉള്ളതല്ല, പണ്ടേ ഉണ്ടായിരുന്നതല്ല, മറിച്ച് ഒരു വലിയ സ്ഫോടനത്തെ തുടർന്ന് ഉണ്ടായതാണ്. അതാണ് ബിഗ് ബാങ് എന്ന് പറയുന്ന മഹാവിസ്ഫോടനം എന്ന് പറയുന്നത്. 1930-കളിലാണ് ജോർജസ് ലമൈറ്റർ ഈ സിദ്ധാന്തം ആദ്യമായി ലോകത്തോട് പറയുന്നത്. ഇതിൻ്റെ ആകത്തുക ഇതാണ്: ഒരു വലിയ സ്ഫോടനമുണ്ടായി. സ്ഫോടനമുണ്ടാകുന്നതിന് മുമ്പ് ഈ പ്രപഞ്ചം അതീവ സാന്ദ്രതയിൽ ഉണ്ടായിരുന്ന ഒരു പിണ്ഡമായിരുന്നു, ഒരു മാസ്സായിരുന്നു. ആ മാസ് പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് ഇന്ന് കാണുന്ന ഈ പ്രപഞ്ചം ഉണ്ടായത്. ഇവിടെ പൊട്ടിത്തെറിച്ചു എന്ന് പറയുന്നിടത്ത് തന്നെ ചില പ്രശ്നങ്ങളുണ്ട്. അത് യുക്തിവാദത്തിൻ്റെ ആൾക്കാർ അല്ലെങ്കിൽ വെറും ശാസ്ത്രത്തെ വാദിക്കുന്ന ആൾക്കാർ അവർ സൗകര്യപൂർവ്വം കണ്ണടച്ച് മറന്നു പോകാൻ ശ്രമിക്കുകയാണ്. സത്യത്തിൽ എന്താണ്, എങ്ങനെയാണ് ഒരു പിണ്ഡം, നമ്മുടെ മുമ്പിലുള്ള ഒരു വസ്തു, അത് പൊട്ടിത്തെറിച്ചു എന്ന് പറയുമ്പോൾ അത് പൊട്ടിത്തെറിക്കാൻ കാരണമായ ഒരു കാരണമുണ്ടാവും. ഒരു കാരണമില്ലാതെ ഒന്നും ഉണ്ടാവില്ല. ആ കാരണത്തിൻ്റെ പിന്നിൽ ഒരു കാരകമുണ്ടാകും. അതൊരു പക്ഷേ അത് ചെയ്ത ആളായിരിക്കാം, അല്ലെങ്കിൽ അത് ചെയ്ത ശക്തിയായിരിക്കാം. അതൊക്കെ സ്വാഭാവികമായും മനുഷ്യൻ്റെ പ്രാഥമികമായ ചിന്തയിൽ തന്നെ ഉരുത്തിരിഞ്ഞു വരുന്ന കാര്യങ്ങളാണ്. ഇത്ര കാര്യങ്ങളൊക്കെ പറയണമെങ്കിൽ ഒരുപാട് സയൻസ് പഠിക്കണമെന്നൊന്നും ഒരാൾക്കും പറയാൻ കഴിയില്ല. അപ്പോൾ സയൻസ് പറയുന്നതനുസരിച്ച്
ഒരു മഹാസ്ഫോടനമുണ്ടായി. ആ സ്ഫോടനമാണെങ്കിലോ വെറുതെ പൊട്ടിത്തെറിച്ച് നഷ്ടപ്പെട്ട് ഒന്നും അല്ലാതെയാവുകയല്ല ചെയ്തത്, അല്ലെങ്കിൽ ഉണ്ടായിരുന്ന എന്തെങ്കിലും ഒന്ന് നശിച്ച് ഇല്ലാതെയാവുകയല്ല ചെയ്തത്. മറിച്ച് എന്താ ഉണ്ടായത്? ഈ സ്ഫോടനം വഴി ലോകത്ത് ഗ്രഹങ്ങളുണ്ടായി, അന്തരീക്ഷമുണ്ടായി, ഉപഗ്രഹങ്ങളുണ്ടായി. നമ്മുടെ ലോകത്ത് എന്തെല്ലാം കാണപ്പെടുന്നുണ്ടോ അനുഭവിക്കുന്നുണ്ടോ അതെല്ലാം ഉണ്ടായി. ഇതെല്ലാം ഉണ്ടായത് ഈ സ്ഫോടനത്തെ തുടർന്നാണെന്ന് പറയുമ്പോൾ ഈ സ്ഫോടനം വളരെ കൃത്യമായി പ്ലാൻഡായിരുന്നു. നശിപ്പിക്കാനുള്ള ഒരു നശീകാത്മകമായ ഒരു സ്ഫോടനമല്ല, അബദ്ധത്തിലുണ്ടായ ഒന്നല്ല, അശ്രദ്ധയിലുണ്ടായ ഒന്നല്ല, മറിച്ച് കൃത്യമായൊരു പ്ലാനിംഗ് ആയിരുന്നു. ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കാൻ ഇവിടെ ഉണ്ടായിരുന്ന, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതീവ സാന്ദ്രതയിൽ ഉണ്ടായിരുന്ന ഈ പിണ്ഡം, ആ പിണ്ഡം പൊട്ടിത്തെറിക്കുകയായിരുന്നു. പൊട്ടിത്തെറിച്ചു എന്നല്ല നമ്മൾ പറയുന്നത്, അതിനെ ഫഫതഖ്നാഹുമ, വിശുദ്ധ ഖുർആനിൽ അങ്ങനെ പറഞ്ഞത്, വി ക്ലോവ് ദം അസൻഡർ, നമ്മൾ അതിനെ ബലമായി ഇങ്ങോട്ട് വിടർത്തി അല്ലെങ്കിൽ പിളർത്തി. അപ്പോഴാണ് ഈ ഭൂമി ഉണ്ടായത്. നോക്കൂ, അങ്ങനെ ആദ്യം ഈ സൂര്യൻ ഉണ്ടാകുന്നു, സൂര്യൻ്റെ ചുറ്റുഭാഗം ഒരുപാട് ഗ്രഹങ്ങൾ ഉണ്ടാകുന്നു. ഇങ്ങനെ, അതായത് നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ ഭൂമി ആദ്യമുണ്ടായിരുന്നില്ല, പിന്നെ മഹാവിസ്ഫോടനത്തിലൂടെ ഉണ്ടായി. അത് വിശുദ്ധ ഖുർആനും പറയുന്നുണ്ട്, അത് ശാസ്ത്രവും പറയുന്നുണ്ട്. പിന്നെ ഇനി വേറെ കാര്യം പറയാനുള്ളത്, എങ്ങനെ ഈ മഹാവിസ്ഫോടനത്തെ തുടർന്ന് ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും എല്ലാം ഉണ്ടായി, കൂട്ടത്തിൽ ഭൂമി ഉണ്ടായി. എന്നാൽ ആ ഭൂമി, അങ്ങനെ ഉണ്ടായ ഭൂമി ഇന്ന് നമ്മൾ കാണുന്നത് പോലെയുള്ള മനുഷ്യ അധിവാസത്തിന് യോഗ്യമായ, ശ്വസിക്കാനും ഉച്ഛ്വസിക്കാനും പറ്റുന്ന, വീടുണ്ടാക്കി താമസിക്കാൻ പറ്റുന്ന, സ്വൈര വിഹാരം നടത്താൻ കഴിയുന്ന വിധത്തിൽ പുൽമേടുകളും തടാകങ്ങളും വെള്ളവും വായുവും എല്ലാം ഉള്ള താമസയോഗ്യമായ ഒന്നായിരുന്നില്ല ഭൂമി. ശാസ്ത്രവും അത് പറയുന്നുണ്ട്. മഹാവിസ്ഫോടനത്തെ തുടർന്ന് ഒരുപാട് പ്രത്യേകമായ പ്രക്രിയകളുണ്ടായി. ആ പ്രക്രിയകളെ തുടർന്നാണ് നമ്മൾ അധിവസിക്കുന്ന ഈ ഭൂമി ഇങ്ങനെ ആയിത്തീർന്നത്. നോക്കൂ, അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ എന്താണ് ഇതിൻ്റെ ശരിയായ പ്രയോഗം? എന്താണ് ഇതിൻ്റെ എല്ലാം പിന്നിലുള്ള ശക്തി? നമ്മോട് പറയുകയാണ്, മനുഷ്യരെ, നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി, നിങ്ങൾക്ക് സ്വൈര വിഹാരം നടത്താൻ വേണ്ടി, നിങ്ങൾക്ക് അന്നം കൃഷി ചെയ്തുണ്ടാക്കാൻ വേണ്ടി, നിങ്ങൾക്ക് വീടുകൾ താമസിക്കാൻ വേണ്ടി, ഇതിനെല്ലാം വേണ്ടി ഭൂമിയെ നാം ഉണ്ടാക്കി തന്നു എന്നാണ് അള്ളാഹു പറയുന്നത്. ശാസ്ത്രം പറയുന്നത് അംഗീകരിച്ചാൽ തന്നെയും അതങ്ങനെ ഉണ്ടാക്കി തന്നു എന്ന് തന്നെയാണ് മനസ്സിലാവുക. കാരണം യാദൃച്ഛികമായി ഉണ്ടായതല്ല, യാദൃച്ഛികമായി ഉണ്ടാകാറില്ല എന്ന് പറയാൻ കഴിയില്ല. യാദൃച്ഛികമായി ഒന്നുണ്ടായാൽ അത് പ്ലാൻഡ് ആയിരിക്കില്ല, കൃത്യതയുള്ളതായിരിക്കില്ല. ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്ന, നമ്മൾ അനുഭവിക്കുന്ന എല്ലാ ഘടകങ്ങളും സത്യത്തിൽ കൃത്യതയുള്ളവയാണ്. അതുകൊണ്ട് തന്നെ ഇത് വളരെ കൃത്യമായൊരു ആസൂത്രണത്തിന് വിധേയമായി ഉണ്ടാകുകയാണ്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം ഉണ്ടാക്കിയത് ഭൂമിയാണ് ഉണ്ടാക്കിയത്. അതായത് ഈ മഹാവിസ്ഫോടനത്തിലൂടെ ഭൂമിയെ ഉണ്ടാക്കി, രൂപപ്പെടുത്തി. എന്നിട്ട് പിന്നെ അതിന് വേണ്ടിയിട്ട് എന്തെല്ലാമാണ് അള്ളാഹു ചെയ്തത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഏറ്റവും കുറഞ്ഞത് ഈ ഭൂമിക്ക് ഒരു അന്തരീക്ഷമുണ്ട്. ഇത് ശാസ്ത്രജ്ഞന്മാർക്ക് മാത്രം അറിയുന്നൊരു കാര്യമല്ല. ഈ ഭൂമിയെ ഉപയോഗിക്കുന്ന എല്ലാ ജീവികളും അനുഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് അന്തരീക്ഷം എന്ന് പറയുന്നത്. 400 കിലോമീറ്റർ ചുറ്റളവിൽ ഈ ഭൂമിയെ വലയം ചെയ്ത് നിൽക്കുന്ന ഒരു അന്തരീക്ഷമുണ്ട്. അതേസമയം ഭൂമിയോട് ഒട്ടി നിൽക്കുന്ന ഭാഗം, അതിനെ ശാസ്ത്രം പലപ്പോഴും പറയുന്ന ട്രോപ്പോസ്ഫിയർ എന്നാണ് നമുക്കറിയാം. 15 കിലോമീറ്റർ വ്യാസമുള്ള അത്രയും ഘനത്തിലുള്ള ഒരു ഭാഗം. ആ ഭാഗത്തിൻ്റെ ഉള്ളിൽ നോക്കൂ, അപ്പോൾ 400 കിലോമീറ്റർ ഘനത്തിലുള്ള ഒരു അന്തരീക്ഷം ഈ ഭൂമിക്ക് വേണ്ടി ഉണ്ടാക്കി. എന്നിട്ട് അതിനെ ഒരുപാട് ലെയറുകളായി, തട്ടുകളായി വേർതിരിച്ചു. എന്നിട്ട് അത് ഭൂമിയോട് ഏറ്റവും അടുത്ത്, ഭൂമിയിലാണല്ലോ മനുഷ്യൻ ജീവിക്കുന്നത്,
അള്ളാഹുവിൻ്റെ പ്രതിനിധിയായ മനുഷ്യൻ ജീവിക്കേണ്ട ഭൂമിയോട് തൊട്ടുരുമ്മി കിടക്കുന്ന ഒരു ലെയറുണ്ട്, ഒരടുക്കുണ്ട്. ട്രോപ്പോസ്ഫിയർ എന്നാണ് അതിന് ശാസ്ത്രം പറയുന്നത്. 15 കിലോമീറ്ററോളം ഘനത്തിലുള്ള ഒരു അതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? 78.05% നൈട്രജൻ എന്ന വാതകം നിറച്ചു വെച്ചു. സുബ്ഹാനല്ലാഹ്, നമ്മളുണ്ടാക്കിയതാണോ? ഈ അന്തരീക്ഷത്തിലെ ഏറ്റവും വലിയ മൂലകം നൈട്രജനാണ്. ശാസ്ത്രം പറയുന്നുണ്ട്, നമ്മൾ അനുഭവിക്കുന്നുണ്ട്. നൈട്രജൻ ഇല്ല എങ്കിൽ ഭൂമിയിൽ നിലനിൽക്കില്ല. എന്ത് നിലനിൽക്കില്ല? ജീവൻ നിലനിൽക്കില്ല. ഭൂമിയിൽ ജീവൻ നിലനിൽക്കില്ല. നോക്കൂ, ഈ അളവിൽ നൈട്രജൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നുവെങ്കിൽ ചൊവ്വയിൽ ജനങ്ങൾക്ക് താമസിക്കാൻ കഴിയുമായിരുന്നു, ജീവികൾക്ക് താമസിക്കാൻ കഴിയുമായിരുന്നു. ശുക്രനിലും ബുധനിലും മാർസിലുമെല്ലാം ജനങ്ങൾക്ക് താമസിക്കാൻ കഴിയുമായിരുന്നു. അപ്പോൾ വൽ അർള, മരീഖിനെ അല്ല, അല്ലെങ്കിൽ ഈ മറ്റുള്ള ഗ്രഹങ്ങളെയല്ല, ഭൂമി എന്ന ഗ്രഹത്തെ, ആ ഗ്രഹത്തെ മനുഷ്യന്മാർക്ക് വേണ്ടി നാം വെച്ചിരിക്കുന്നു, നാം സ്ഥാപിച്ചിരിക്കുന്നു. എങ്ങനെയാണ് സ്ഥാപിച്ചതിൻ്റെ രൂപം? ഇങ്ങനെയാണ്. ഇങ്ങനെ, അതായത് വലിയ അന്തരീക്ഷം, ആ അന്തരീക്ഷത്തിൻ്റെ ഉള്ളിൽ 15 കിലോമീറ്റർ വ്യാസമുള്ള മറ്റൊരു ലെയർ, ആ ലെയറിൻ്റെ ഉള്ളിൽ നിറയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നൈട്രജൻ നിറച്ചു വെച്ചിരിക്കുന്നു. നൈട്രജൻ നിറച്ചു വെച്ചിരിക്കുന്നു. 78.05%. അത് ജീവൻ നിലനിൽക്കാൻ വേണ്ടിയാണ്. പിന്നെയോ, ജീവനായി നിലനിന്നാൽ പോരാ, മറിച്ച് മനുഷ്യൻ എന്ന അള്ളാഹുവിൻ്റെ പ്രതിനിധിയുടെ ശാരീരം എന്ന് പറയുന്നത് ശ്വസന പ്രക്രിയയിലൂടെ നിലനിൽക്കണം. ജീവൻ നിലനിൽക്കുന്നത് അങ്ങനെയാണ്, ശ്വസനത്തിലൂടെയാണ്. നമ്മൾ ശ്വസിക്കുന്നു, ഉച്ഛ്വസിക്കുന്നു, വീണ്ടും ശ്വസിക്കുന്നു, വീണ്ടും ഉച്ഛ്വസിക്കുന്നു. ആ ശ്വസനവും ആ ഉച്ഛ്വാസവും എപ്പോഴാണോ നിലച്ചു പോകുന്നത്, അപ്പോൾ നമ്മൾ മരിക്കുന്നു, നമ്മൾ മരിച്ചവരായിത്തീരുന്നു, ജീവനില്ലാത്തവരായിത്തീരുന്നു. അതിന് ഏറ്റവും ആവശ്യമായി വേണ്ടത് എന്താ? ഈ നൈട്രജൻ നമുക്ക് ശ്വസിക്കാൻ കഴിയില്ല, മറിച്ച് ശ്വസിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൻ്റെ ഉള്ളിൽ മറ്റൊരു വാതകം, ഓക്സിജനെ തന്നിരിക്കുകയാണ്. 20.95%. സുബ്ഹാനല്ലാഹ്. അതെന്തിനാ? നൈട്രജനെ നേർപ്പിക്കാൻ. അതായത് തൻ്റെ പ്രതിനിധി അടക്കമുള്ള ജീവികൾക്ക് ശ്വസിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ആവാസ വ്യവസ്ഥിതി ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ചില ആൾക്കാർ ചോദിക്കാം, എന്തുകൊണ്ട് എന്നാൽ ഈ പ്രപഞ്ചത്തിലെ ജീവികളല്ലേ അധികം, അവക്കെല്ലാം ശ്വസിക്കേണ്ടേ, അതുകൊണ്ട് എന്തുകൊണ്ട് ഓക്സിജനെ അള്ളാഹു അധികം തന്നില്ല, നൈട്രജനെയാണല്ലോ അധികം തന്നിരിക്കുന്നത് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അതിപ്പോൾ സാധാരണ ബേസിക് സയൻസ് അറിയുന്ന ആൾക്കാർ അങ്ങനെ ചോദിക്കില്ല, അത് ഉറപ്പ്. അല്ലാത്തവരാണ് ചോദിക്കുക. കാരണം വെച്ചാൽ ഓക്സിജൻ കത്താൻ സഹായിക്കുന്ന വസ്തുവാണ്. ഓക്സിജൻ അധികമാണ് എങ്കിൽ പിന്നെ ഇവിടെ കൂട്ടത്തീപിടുത്തമാണ് ഉണ്ടാവുക. അതേസമയം ഈ ഓക്സിജൻ്റെ ഈ അപകടാവസ്ഥയെ നേർപ്പിക്കുവാനും അതിനെ ഇല്ലാതെയാക്കാനും വേണ്ടിയാണ് അതിനേക്കാൾ എത്രയോ മടങ്ങധികം നൈട്രജനെ കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ പറയുന്ന വിഷയം ഈ സയൻസ് പറയാമെന്നുള്ളതല്ല നമ്മുടെ ഉദ്ദേശം, മറിച്ച് വൽ അർള വളഅഹാ ലിൽ അനാം, മനുഷ്യർക്ക് വേണ്ടി ഈ ഭൂമിയെ അവൻ വച്ചിരിക്കുന്നു എന്നതാണ്. പിന്നെ അതേപോലെ തന്നെ ഇതിപ്പോൾ അന്തരീക്ഷത്തിൻ്റെ കാര്യം മാത്രമാണ് നമ്മൾ പറയുന്നത്. നമുക്ക് അതേസമയം ഇവിടെ ജീവിക്കേണ്ടത് മനുഷ്യന്മാരാണ്, ജീവിക്കേണ്ടത് ജീവികളാണ്. അവർ ജീവിക്കുമ്പോൾ മറ്റൊരു പ്രശ്നം വരാനുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, ഒരു സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥിര സ്വഭാവമാണ് ഈ ഭൂമിക്ക് ഉള്ളത് എങ്കിൽ, അതായത് എപ്പോഴും ചൂടാണ് അല്ലെങ്കിൽ എപ്പോഴും തണുപ്പാണ്, ഇങ്ങനെയാണ് എങ്കിൽ ജീവികളുടെ ജീവൻ വിരസമായി പോകും, അല്ലെങ്കിൽ കാലക്രമത്തിൽ അപകടത്തിലേക്ക് വീണുപോകും. ഒരു മനുഷ്യൻ എപ്പോഴും ചൂടത്ത് നിൽക്കുകയാണെങ്കിൽ അയാൾക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവും. ഒരാൾ എപ്പോഴും തണുപ്പിലാണ് എങ്കിൽ അയാൾക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവും.
ഇതുണ്ടാവാതിരിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിലൊരു സംവിധാനം ചെയ്തിട്ടുണ്ട്. ആ ഭൂമിയിലെ ആ സംവിധാനമാണ് ഈ ഭൂമിയിൽ വരുന്ന 4 ഋതുക്കൾ എന്ന് പറയുന്നത്, 4 സീസണുകൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ചൂടല്ല, ഇടയ്ക്ക് തണുപ്പ് കാലം വരും. എപ്പോഴും തണുപ്പല്ല, ഇടയ്ക്ക് ചൂടുകാലം വരും. എപ്പോഴും വെയിലല്ല, ഇടയ്ക്ക് മഴക്കാലം വരും. എപ്പോഴും മഴയല്ല, ഇടയ്ക്ക് വെയിൽ കാലം വരും. ഇതെങ്ങനെയാണ് ഇതുണ്ടാക്കി വെച്ചിരിക്കുന്നു? ഇത് അതെങ്ങനെയാണ് സംവിധാനം ചെയ്തത്? അതിലേറെ സുബ്ഹാനല്ലാഹ്, അതിലേറെ ചിന്തിക്കാനുള്ള കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ നമ്മളെ ഈ ഭൂമി, നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിയെ എല്ലാ ഗ്രഹങ്ങളെയും അള്ളാഹു സ്റ്റഡി ആയിട്ട് നിർത്തിയപ്പോൾ, അല്ലെങ്കിൽ ഇത്ര തന്നെ ഈ അളവിലല്ലാതെ നിർത്തിയപ്പോൾ, ഭൂമിയെ അള്ളാഹു സുബ്ഹാനഹു വ തആല 23.5 ഡിഗ്രി ചരിച്ചാണ് വെച്ചിരിക്കുന്നത്. ഈ ചരിച്ച് വെക്കുകയും ചരിഞ്ഞിരിക്കുന്ന ഭൂമി ഒരേ സമയം കറങ്ങുകയും കൂടി ചെയ്യുമ്പോൾ ഭൂമിയുടെ പ്രതലത്തിൽ ഉണ്ടാകുന്ന കാലാവസ്ഥകളിൽ മാറ്റം വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇവിടെ ഒരു മനുഷ്യനും അല്ലെങ്കിൽ ഒരു ജീവിക്കും അവൻ്റെ ജീവിതവുമായി അവൻ്റെ ആയുഷ്കാലം തീർക്കാൻ ഒരു പ്രയാസവും ഉണ്ടാവുകയില്ല. അപ്പോൾ ഭൂമിയെ അള്ളാഹു പടച്ചു എന്ന് മാത്രമല്ല, വെറുതെ പടച്ചിലിട്ട് നിങ്ങളതിൽ ജീവിച്ചോളൂ എന്ന് പറയല്ല ചെയ്തത്. മറിച്ച് മനുഷ്യൻ്റെ ഓരോ കാര്യവും കൃത്യമായി ഖലഖ ഫസവ്വ വല്ലദീ ഖദ്ദറ ഫഹദ. അള്ളാഹു പടച്ചിടുക മാത്രമല്ല ചെയ്തത്, എന്തിനും കൃത്യത അള്ളാഹു കൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ 23.5 ഡിഗ്രി ചരിഞ്ഞാണ് നമ്മുടെ ഭൂമി ഇരിക്കുന്നത്. എന്തിനാണ് അതിനെ ചരിച്ച് വച്ചിരിക്കുന്നത്? അത് സ്ഥിരമായ തണുപ്പ്, സ്ഥിരമായ ചൂട്, സ്ഥിരമായ മഴ, സ്ഥിരമായ വെയിൽ ഇതുണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി ഇത് അത്രയും കൃത്യമായി കണിശമായി ശരിപ്പെടുത്തി വെച്ചിരിക്കുന്നു എന്നാണ് പറയേണ്ടത്. പിന്നെ ഇത് പറയുമ്പോൾ ഇപ്പോൾ 23.5 ഡിഗ്രി ആരാ ചരിച്ച് വെച്ചത്? വെറുതെ അങ്ങനെ ചെരിഞ്ഞിരുന്നതാണോ? അങ്ങനെയാണെങ്കിൽ ശരി, ബുധൻ എന്തുകൊണ്ടാണ് അത്ര ചെരിഞ്ഞിരിക്കാത്തത്? ബുധൻ്റെ അക്ഷം എന്ന് പറയുന്നത് പരിക്രമണ അക്ഷത്തിന് സമാന്തരമായിട്ടുള്ളത് എന്നുള്ളതാണ്. അതായത് ബുധന് ചെരിവേയില്ല. ഇനി ശുക്രൻ്റെ ചെരിവ് നോക്കാം. ശുക്രൻ്റെ ചെരിവ് ശാസ്ത്രം പറഞ്ഞു വെച്ചാൽ -2 ആണ്. -2 ഡിഗ്രി ചെരിവാണ് ശുക്രനുള്ളത്. വ്യാഴത്തിൻ്റേത് 3 ഡിഗ്രിയാണ് ചെരിവ്. നോക്കൂ, അതുകൊണ്ട് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അവിടെയൊന്നും വേനൽ, മഴക്കാലം, ചൂടുകാലം, ശിശിരം ഇങ്ങനെയുള്ള 4 ഋതുക്കൾ മാറി മാറി വരുന്നില്ല. എന്തുകൊണ്ട് അവിടെ മാറി മാറി വരുന്നില്ല? അങ്ങനെ ഒന്ന് വേണ്ട തരത്തിൽ ജീവികൾ അവിടെ ജീവിക്കുന്നില്ല. വൽ അർള വളഅഹാ ലിൽ അനാം. നമ്മളിപ്പോൾ ചന്ദ്രനിൽ പോയി നോക്കുന്നുണ്ട്, നമ്മളിപ്പോൾ ചൊവ്വാ ദൗത്യം വിജയിപ്പിച്ചു, നമ്മൾ ഓരോ ഗ്രഹങ്ങളിലേക്കും പോയിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ അവിടെയൊക്കെ മനുഷ്യനെ കൊണ്ടുപോയി താമസിപ്പിക്കാൻ കഴിയുമെന്ന വിദൂരമായ പ്രതീക്ഷ പോലും ഇല്ല. കാരണം എന്താ? അവിടെ ചെന്നാൽ ശ്വസിക്കണമെങ്കിൽ പോലും ഇവിടെ നിന്ന് സാധനം കൊണ്ടുപോകണം. കാരണം ഇവിടെ അള്ളാഹു കൃത്യമായി നൈട്രജനെയും ഓക്സിജനെയും വിന്യസിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് ജീവിതം വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ പേരിൽ തന്നെ ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ കൃത്യമായ രാപ്പകലുകൾ ഉണ്ടാകുന്നു. രാവ് കൂടിയാൽ പകല് കുറയുന്നു, പകല് കൂടിയാൽ രാത്രി കുറയുന്നു. ഈ പ്രതിഭാസം സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ കൃത്യത സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് ഭൂമി ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്നത് കൊണ്ടാണ്. ഇപ്പോൾ ഞാനതിൻ്റെ ശാസ്ത്രങ്ങൾ പറയുകയല്ല, മറിച്ച് വളരെ ചെറിയ കാര്യങ്ങളിൽ പോലും നമുക്ക് കൂടുതൽ ചൂടോ കൂടുതൽ തണുപ്പോ കൂടുതൽ മഴയോ കൂടുതൽ വെയിലോ അനുഭവിക്കാതിരിക്കാനും അങ്ങനെ നമ്മുടെ ജീവിതത്തിനൊരു പ്രയാസം ഉണ്ടാവാതിരിക്കാനും അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി ഇത് 23 ഡിഗ്രി ചരിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെ അതുകൊണ്ട് തന്നെ ആ ഗ്രഹങ്ങളിലൊക്കെ ബുധനിൽ, ശുക്രനിൽ, അല്ലെങ്കിൽ വ്യാഴത്തിൽ, ചൊവ്വയിൽ അവിടെയൊന്നും കലണ്ടർ ഉണ്ടാക്കാൻ കഴിയില്ല. കാരണം അവിടെ രാവും പകലുമില്ല, കണക്ക് കൂട്ടാൻ കഴിയില്ല. ലിതഅലമു അദദ സിനീന വൽ ഹിസാബ് അള്ളാഹു ഖുർആനിൽ പറഞ്ഞല്ലോ. അപ്പോൾ അതൊന്നും അവിടെ അനുഭവപ്പെടുകയില്ല. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഇപ്പോൾ 2 കാര്യങ്ങൾ നമ്മളിപ്പോൾ ഇന്ന് പറഞ്ഞത്
എല്ലാം പറയുക എന്നുള്ള ഉദ്ദേശമല്ല എന്ന് പറഞ്ഞു. ഇത് ഖുർആൻ പഠിക്കാനുള്ള ഒന്നാണ്. ഇതിലൊരു ചിന്തയിലേക്ക് വഴി തുറന്നു വെക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഒന്ന്, അള്ളാഹു ഈ ഭൂമിയിൽ നമുക്ക് വേണ്ട ഒരു അന്തരീക്ഷം ക്രമീകരിച്ച് വെച്ചിരിക്കുന്നു. രണ്ട്, നമുക്ക് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയെ ചരിച്ചു വെച്ചിരിക്കുന്നു. മാത്രമല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി ഈ ഭൂമി നിറയെ നമുക്ക് വേണ്ടതെല്ലാം നിറച്ചു വച്ചിരിക്കുന്നു. പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.